നമുക്ക് അവിഭാജ്യമാണോ എന്നുള്ളൊരു എന്റെ ഒപ്പീനിയനിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ആഘോഷങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറയാനുള്ള വോയിസ് ഇല്ല. എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പടക്കത്തെ നിരോധിക്കണ്ട എന്നാണ്. വെടിക്കെട്ട് അപകടങ്ങൾ കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലുണ്ടായ അപകടമാണ് അതിൽ ഒടുവിലത്തേതെന്ന് പറയാവുന്നത്. അനധികൃതമായ പടക്ക നിർമ്മാണശാലകൾ കേരളത്തിൽ നിരവധിയുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും? ജനാഭിപ്രായം ചോദിച്ചറിയാം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതൊക്കെ നമുക്ക് അവിഭാജ്യമാണോ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതൊക്കെ അത്യാവശ്യമാണോ എന്നുള്ളതാണ്. കാരണം ഇതുപോലെയുള്ള പല കാര്യങ്ങള് ഇപ്പൊ ആനയുടെ വിഷയമായാലും ആന ഒരു മിണ്ടാപ്രാണീനെ കൊണ്ടുവന്ന് അങ്ങനെ എഴുന്നള്ളിച്ച് കെട്ടി നിർത്തിയിട്ട് അത് മറ്റുള്ളവർ ആസ്വദിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇത് വെടിക്കെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഇതില് പറ്റിയേക്കുന്നത് ഇതിപ്പോ ഒരു ശ്രദ്ധക്കുറവാണ്, വേണ്ട ജാഗ്രത പുലർത്താതിരുന്നതിന്റെ പ്രശ്നങ്ങളാണ് വന്നേക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായം ഇതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് പൊതുജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പടക്കത്തെ നിരോധിക്കണ്ട എന്നാണ്. അതായത് അതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. അത് അവരല്ല ശ്രദ്ധിക്കണ്ട. അതായത് അവര് ഈ വെടി ആരാലും വെടി എവിടെയാണ് ഇത് സംഭവിക്കുന്നത് അവര് കുറച്ച് മുൻകരുതലെടുത്ത് നോക്കിയായി. പിന്നെ വെടി നിർത്തിയാലേക്ക് തൃശ്ശൂർ പൂരം അതിന്റെ പോയില്ലേ, അതിന്റെ ഭംഗിയതല്ലേ അവരിതുണ്ടാകുമല്ലോ അതുണ്ടാകുക. എന്റെ ഒപ്പീനിയനിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ആഘോഷങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറയാനുള്ള വോയിസ് ഇല്ല. പക്ഷെ അത് വേണ്ട രീതിയിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും വെടിക്കെട്ട് നടത്തുന്നത് പൂർണ്ണമായി നിരോധിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം അതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. മനുഷ്യന് പണ്ട് മുതലേ തന്നെ നടന്നു വരുന്ന ഒരു സംഭവങ്ങളാണ് ഈ പടക്കം കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു ഉത്സവത്തിന്റെ ഭാഗവും നമ്മളുടെ ഒരു ആചാരങ്ങളുടെ ഭാഗമാണ്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ എപ്പോഴും വരുത്തണം. കാരണം ഇവര് കോൺട്രാക്ട് എടുക്കുന്ന ആൾക്കാര് അളവിൽ കൂടുതലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അത് കൃത്യമായിട്ട് തന്നെയാണ് അവരിത് നിർമ്മിച്ചത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ആദ്യം അന്വേഷിക്കണം. അപ്പൊ അതിനുവേണ്ടി അന്വേഷിക്കുന്നത് സർക്കാരിൻ്റെതായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ അന്വേഷണ രീതികളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കാം ഈ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാരണം അളവിൽ കൂടുതൽ അവിടുത്തെ അന്വേഷണങ്ങളിൽ തന്നെ മനസ്സിലായത് അളവിൽ കൂടുതലുള്ള സ്ഫോടക വസ്തുക്കൾ അവര് സൂക്ഷിച്ചു വെച്ചു. അവരുടെ ഗോഡൌണിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴേക്കും വൻ ശേഖരങ്ങളൊക്കെ അവിടുന്ന് കണ്ടെത്തിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണങ്ങളും അന്വേഷണങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ നടത്തിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനോട് അനുബന്ധിച്ചുള്ള വകുപ്പുകൾ ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന്റെ ആശ്രയങ്ങളൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു നിയന്ത്രണവും അതിന് തക്കതായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥകളും ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ. പടക്കം നിർമ്മിക്കാന്ന് പറഞ്ഞാൽ അത് പാടില്ലെന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ആ നിയമമാണല്ലോ വന്നിരിക്കുന്നത്, അങ്ങനെ പാടില്ലെന്നുള്ളത്. അപ്പൊ പാടില്ലെന്ന് വന്നപ്പോഴത്തേനും നമ്മളത് ചെയ്യുന്നത് തെറ്റാണ്. എന്താ വെച്ചാൽ ഒരുപാട് മനുഷ്യരുടെ ജീവനാണ് അപകടത്തിലാകണത്. പക്ഷെ അത് നിരോധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം.